ഒന്ന് ഈ വേസ്റ്റ്, അതിനപ്പുറത്ത് ഈ റോഡ് സംവിധാനം, ഇതെല്ലാം കുട്ടികൾക്ക് അപകടം ഉണ്ടാകുന്ന സാഹചര്യം. ഇത്തരം അപകടം ഇല്ലെന്നാണോ പറയുന്നത്? സർക്കാർ അങ്ങനെയാണോ പറയുന്നത് നമ്മളോട്? ഈ മാലിന്യങ്ങൾ കാരണം എൻ്റെ മോനെ ഇടയ്ക്കിടയ്ക്ക് പനി വരാറുണ്ട്. ചുമ്മാ ഇരിക്കണായിരിക്കും, ചിലപ്പോൾ നഴ്സറി വന്നിട്ടായിരിക്കും, വീട്ടിൽ വരുമ്പോഴത്തേക്ക് ചുമ്മാ ഇരിക്കണ പെട്ടെന്ന് പനി വരും. പൊതുജനങ്ങളുടെ ഓട്ടം ഉണ്ടല്ലോ, അല്ലാതെ ഇവര് പിന്നെ ടീച്ചറെ പറ്റുമെങ്കിൽ ഈ വിഷയങ്ങൾ ഇതിനൊരു പരിഹാരം കാണുന്നവർ നഴ്സറി തൽക്കാലത്തെങ്കിലും നഴ്സറിയിലെ പ്രീ പ്രൈമറി സ്കൂൾ തൽക്കാലം മാറ്റി നിർത്തുന്നത്. ഞങ്ങളുടെ കുട്ടികളുടെ ആരോഗ്യം ഞങ്ങളുടെ പ്രധാന വിഷയമാണ്. ഞങ്ങളത് എന്തായാലും ഇടപെടും. ഇവിടെ സമരം ചെയ്യാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല വിഷയം. ഞങ്ങളുടെ കുട്ടികൾ മനുഷ്യ കുട്ടികളാണെന്ന് ഇപ്പോൾ കോർപ്പറേഷനായാലും ആരാണ് കൗൺസിലറിനായാലും അത് മനസ്സിലാക്കേണ്ട വളരെയധികം അത്യാവശ്യമുള്ള കാര്യമാണ്. ഞങ്ങളുടെ കുട്ടികൾക്ക് കിട്ടേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ കിട്ടണം. അത് കൗൺസിലറായാലും കോർപ്പറേഷനായാലും വളരെയധികം പെട്ടെന്ന് ചെയ്ത് തീർത്താൽ ഈ സ്കൂൾ വളരെയധികം മുന്നോട്ട് പോകേണ്ട ഒരു സ്കൂളാണ്. ആർക്കോ വേണ്ടിയൊക്കെ ചില പ്രൈവറ്റ് സ്ഥാപനത്തിന് വേണ്ടിയൊക്കെ ചിലരിങ്ങനെ തടഞ്ഞു വെക്കുന്ന ഒരു തോന്നൽ ഞങ്ങൾക്കുണ്ട്. കാര്യം ഞങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പഠനം നടത്തിയിട്ട് പറയാം. ഞങ്ങൾ ശ്രീവരാത്ത് പോയിരുന്നു, നല്ല ഫെസിലിറ്റീസ് ആണ് അവിടെ. കുട്ടികൾക്കുള്ള ടോയ്സ് ഉൾപ്പെടെ എല്ലാ സാധനങ്ങളുണ്ട്. വള്ളക്കട പോയി നല്ല സൗകര്യങ്ങളുണ്ട്. പിന്നെ അവർക്ക് വേണ്ട എല്ലാ ഐറ്റംസും അവിടെ ഉണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെ ഒന്നുമില്ല. ഇത്തരം ഞങ്ങൾ നാട്ടുകാരാണ്, ഈ ഭീമാവളി പ്രദേശത്ത് ജീവിക്കുന്ന ആളുകളാണ്. ഞങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടിയാണ് ഇങ്ങനെ ഒരു പ്രീ പ്രൈമറി സ്കൂൾ ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷേ ഇതിനകത്ത് പല സൗകര്യങ്ങളില്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഞങ്ങൾ 1-2 പ്രീ പ്രൈമറി സ്കൂളുകൾ പോയി നോക്കി. ശ്രീവരാത്ത്, വള്ളക്കടമൊക്കെ ഞങ്ങൾ പോയി നോക്കിയിരുന്നു. അവിടെ കുട്ടികളുള്ള ടോയ്സ് ഉണ്ട്, അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും എല്ലാ ഫെസിലിറ്റീസും അതിനകത്തുണ്ട്. പക്ഷേ ഇവിടെ മാത്രം ഏകദേശം ഒരു 7 വർഷമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം എന്ന് മനസ്സിലാക്കുന്നത്. ഇതിനകത്ത് മാത്രം അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഫെസിലിറ്റീസ് ഞങ്ങൾക്ക് പുറമേ നോക്കിയിട്ട് കാണാൻ കഴിയുന്നില്ല. ടീച്ചർ ആർക്കെങ്കിലും രേഖാമല്ലോ ഇവിടെയുള്ള കൗൺസിലർക്കോ അല്ലെങ്കിൽ മാഡത്തിൻ്റെ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റിനോ അല്ലെങ്കിൽ വേറെ അതോറിറ്റിക്കോ ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിൽ ടീച്ചർ കത്ത് കൊടുക്കുക എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഞങ്ങൾക്ക് അറിയാൻ വേണ്ടിയാണ്. കാര്യം ഞങ്ങളുടെ കുട്ടികൾ ഇവിടെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് ഞങ്ങൾ. അപ്പോൾ എന്തെങ്കിലും ടീച്ചർ ഈ വിഷയത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ടോ, എന്തെങ്കിലും രേഖാമൂലം എന്തെങ്കിലും കത്ത് ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടോ കൃത്യമായി ഞങ്ങളുടെ പറഞ്ഞു ഞങ്ങൾക്ക് അറിയാൻ വേണ്ടിയാണ് ഈ വിഷയം. ഓക്കെ, ഞാൻ കൊടുത്തിട്ടുണ്ട്. ഒരു കത്തല്ല, ഏകദേശം 100ഓളം കത്തുകൾ കൊടുത്തിട്ടുണ്ടാവും ഇപ്പം. കാരണം ഞാനിവിടെ 2014 ഡിസംബറിലാണ് ഇവിടെ വരുന്നത്. അത് ശ്രീവരാഹം സ്കൂളിലായിരുന്നു അത് ഞാൻ ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് എനിക്ക് ആ സ്കൂൾ വളരെ നല്ലതായിട്ടൊക്കെ കൊണ്ടുവന്ന സമയത്ത് എനിക്ക് ട്രാൻസ്ഫർ ആയിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ഈ 2014 മുതൽ ഞാനിവിടെ ഉണ്ട്, ഡിസംബർ മുതലുണ്ട് ഞാനിവിടെ. അപ്പോൾ ആ ഒരു സമയം തൊട്ട്, അതായത് അന്നേരം എനിക്കല്ല ചാർജ്, വേറൊരു ടീച്ചർ ഇവിടെ ഉള്ളപ്പോഴാണ് എനിക്ക് ട്രാൻസ്ഫർ ആയിട്ട് ഇങ്ങോട്ട് വന്നത് ഞാൻ. അപ്പോൾ ആ ടീച്ചറിൻ്റെ ചാർജ് എനിക്ക്, അതായത് ആ നെക്സ്റ്റ് ജൂണിൽ എനിക്ക് ചാർജ് കിട്ടിയ അന്ന് മുതൽ ഞാൻ ഈ സ്കൂളിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി, കാരണം ഞാൻ വരുന്ന സമയത്ത് ഇത് വളരെ ഈ മുറ്റമൊക്കെ ഇങ്ങനെ ചെളി നിറഞ്ഞു അങ്ങനെയുള്ള വല്ലാത്ത അവസ്ഥയിലായിരുന്നു. കുട്ടികൾക്ക് ടോയ്ലറ്റ് ഇല്ല, അവർ വെളിയിൽ ആണ് യൂസ് ചെയ്യുന്നത്. വെളിയിൽ തന്നെയായിരുന്നു കുട്ടികൾ, ഈ മുറ്റത്താണല്ല അങ്ങനെ യൂസ് ചെയ്ത് എല്ലാ കാര്യങ്ങളും സാധിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമ്മളിപ്പം കുറച്ച് ആ കാലങ്ങളിലൊക്കെ പരാതിയൊക്കെ കൊടുത്ത് ഞാനിങ്ങനെ എന്നും കയറി ഇറങ്ങി കൊടുക്കുമായിരുന്നു. അതിൽ നേരെയായി 2019 ഇതിൽ ഈ ടൈലിങ്ങും പിന്നെ എന്താണ് ഈ റൂഫ് ഒക്കെ ചെയ്തിരുന്നത്. 2019 ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും 2019 ഫെബ്രുവരി ആകുമ്പോഴത്തേക്കും നമ്മുടെ കോവിഡ് ഔട്ട് ബ്രേക്ക് ഉണ്ടായ സമയത്തേക്കും നമുക്ക് സ്കൂളെല്ലാം അടച്ചിടേണ്ടി വന്നു. അപ്പോൾ ഞങ്ങൾ ഓഫീസിൽ ഡ്യൂട്ടിയായി. അപ്പോൾ ആ സമയത്തിന് ശേഷം 2022 മാർച്ചിൽ വീണ്ടും റീഓപ്പൺ ചെയ്തപ്പോൾ വന്ന് തുറക്കുമ്പോഴത്തേക്കും നമ്മുടെ മേൽക്കൂരകളും കാര്യങ്ങളെല്ലാം താഴെ പോയിട്ടുണ്ടായിരുന്നു. ഇലക്ട്രിക്കൽ ഫിറ്റിങ്സ് അടക്കം താഴെ വീണ അവസ്ഥയായിരുന്നു. അപ്പോൾ 2022 ജൂണിൽ തന്നെ ഞാൻ, ജൂണിലല്ല അതിന് മുമ്പ് മാർച്ച് മുതൽ കത്ത് കൊടുക്കാൻ തുടങ്ങിയതാണ്. 2022 മാർച്ച് മുതലുള്ള, അതായത് ആയിട്ട് കൊടുക്കുന്നത് നെക്സ്റ്റ് ആഫ്റ്റർ കോവിഡ്. അപ്പോൾ കൊടുക്കുന്ന കത്തുകൾ 2022 മാർച്ച് മുതലുള്ള കത്തുകളുണ്ട്. എല്ലാ കത്തുകളുടെയും നമ്പറിട്ട കോപ്പികൾ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? ശേഷം ഒന്നും നടന്നിട്ടില്ല. അപ്പോൾ ഇലക്ട്രിക്കൽ ഫിറ്റിങ്സ് എല്ലാം പോയി. ഒരു വർഷം ഞങ്ങൾക്ക് സ്കൂൾ തുറന്ന് പ്രവർത്തിക്കാൻ വയ്യാതെ ഞങ്ങളിവിടെ വന്നിരുന്ന് പോകാമെന്നുള്ള അവസ്ഥയായി. അപ്പോൾ ആ ഒരു വർഷം 2022, 23, 24 വീണ്ടും, അതായത് ഇതിനകത്തുള്ള ഭൗതിക സാഹചര്യങ്ങൾ മുതൽ കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങൾ, അതായത് എല്ലാം വളരെ വിശദീകരിച്ച് തന്നെ എഴുതി ഞാൻ കത്ത് കൊടുക്കുന്നുണ്ട്. കാര്യം 3 വയസ്സ് തൊട്ട് 6 വയസ്സുള്ള കുട്ടികളാണ് ഇതിനകത്ത് പഠിക്കുന്നത്. അവരുടെ സാഹചര്യം അവർ കളിക്കേണ്ട പ്രായമാണ്, അവരുടെ ആക്ടിവിറ്റിയിൽ ആക്റ്റീവ് ആവേണ്ട പ്രായമാണ്. ആ പ്രായത്തിലുള്ള കുട്ടികൾക്ക് വേണ്ട എന്തെങ്കിലും സൗകര്യം ഇവിടെ ഉണ്ടോ? അല്ല, ഞാൻ ഫണ്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നഗരസഭയാണ്, ഞങ്ങൾ നഗരസഭയുടെ പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണത്തിൽ വരുന്ന സ്കൂളുകളാണ്. ടീച്ചറിന് അറിയാൻ കഴിയുമല്ലോ പൊതുവേ ഇത്തരം വിഷയങ്ങൾക്ക് ഒരു 5000 രൂപയോ ഒരു 10,000 രൂപയോ ഒരു ഫിനാൻഷ്യർ ഉണ്ടാവും. അത്തരം ഫണ്ടുകളിലൂടെ പ്രയോജനപ്പെടുത്തുന്നുണ്ട് ഏതെങ്കിലും തരത്തിൽ. ഞങ്ങളുടെ കുട്ടികളുടെ കാര്യമാണ്, ഞങ്ങൾക്ക് ചോദിക്കാൻ ബാധ്യസ്ഥരാണ്. ഞങ്ങൾ വിവരാവകാശം അവർ കൊടുത്തിട്ടുണ്ട്, നഗരസഭയായിട്ട് ബന്ധപ്പെട്ട് വിവരാവകാശം മറ്റു കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇതിനെ പിന്നെ പ്രൊമോട്ട് ചെയ്യുന്നതെന്ന് മനസ്സിലാവും. ഞാൻ അപ്പുറത്ത് പറയും ടീച്ചർ അല്ലല്ല വേറൊരു വിഷയം വെച്ചാൽ ഇത്രയും അടുത്ത് കിടക്കുന്ന വേസ്റ്റ്, ഇത്ര അടുത്ത് നമ്മുടെ UP സ്കൂളിലാണെങ്കിൽ ഒരു റോഡ് കഴിഞ്ഞിട്ടാണ് വേസ്റ്റ് എന്ന് നമുക്ക് പറയാം. ഇത് അതല്ല, ഇത് കൊച്ചു കുട്ടികളാണ്, 3 വയസ്സിന് 6 വയസ്സിന് ഇടയിലുള്ള കുട്ടികളാണ്. എപ്പോഴും ടീച്ചർ രേഖാമൂലം ഒരു കത്ത് കൊടുത്തിട്ടുണ്ട്. 9 വർഷമായിട്ട് ഇവിടെ ഈ പ്രവർത്തിക്കുന്നുണ്ട്.
ഇവിടെ ഇത് ശ്വസിച്ച് എന്തുമാത്രം അസുഖങ്ങൾ കുട്ടികൾക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ സാഹചര്യമുണ്ട്. ഇതെല്ലാം പോയിട്ട് ടീച്ചർ തൊട്ടടുത്ത് കൗൺസിലിംഗിൽ ഒരു കത്ത് കൊടുക്കണമായിരുന്നു. നമ്മുടെ ഒരു അഭിപ്രായമാണ് കൗൺസിലിംഗ് കത്ത് കൊടുത്തിട്ട് ഇതിന് വേണ്ട നടപടി അല്ലെങ്കിൽ ഹെൽത്തിലോ കൊടുത്തിട്ട് ചെയ്യണമായിരുന്നു. അവരുടെ ശ്വാസ സംബന്ധമായ അസുഖങ്ങൾ ഇപ്പം ലഹരിയേക്കാളും വലിയ വിഷയങ്ങളാണ് ഇവിടെ വരുന്നത്. ഈ കുട്ടികൾ ഈ 3 വർഷം കൃത്യമായി ശ്വസിച്ചാൽ തന്നെ എന്തൊക്കെ അസുഖങ്ങളാവും, എന്തൊക്കെ മാരകമായ അസുഖം. എൻ്റെ കുട്ടിയോട് കൊണ്ട് ചേർക്കണം. ഞാൻ ഇപ്പം ഒന്ന് ആലോചിക്കും, 2 പ്രാവശ്യം ആലോചിക്കും. എന്തെങ്കിലും ഒരു കത്ത് രേഖാമൂലം കൊടുത്തിട്ടുണ്ട് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട്? എല്ലാ കത്തും എല്ലാവർക്കും രേഖാമൂലം കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ ബഹുമാനപ്പെട്ട കൗൺസിലർ, നമ്മുടെ വിദ്യാഭ്യാസ കമ്മിറ്റി ചെയർപേഴ്സൺ ഇവിടെ വിസിറ്റ് ചെയ്തിട്ടുള്ളതാണ്. മാഡത്തിന് ഞാൻ ഇവിടെ കാണിച്ചു കൊടുത്തിട്ടുള്ളതല്ല. അന്ന് ചീഞ്ഞഴുകി കിടക്കുമ്പോഴാണ്. പിന്നീട് അതുകൂടാതെ ഞങ്ങളെ ഹെൽത്ത് ഓഫീസർ സാറിനാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. ഇപ്പം അതുമായിട്ടും ഒരു കാര്യങ്ങളും നടക്കാതിരുന്നപ്പോഴത്തേക്കും ഞാൻ വീണ്ടും ജൂൺ മാസത്തിൽ വീണ്ടും ഇല്ല, ഞങ്ങൾക്ക് വിസിറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ അടുത്തുള്ള ഹെൽത്ത് ഇൻസ്പെക്ടറാണ്. അപ്പോൾ ഹെൽത്ത് ഇൻസ്പെക്ടർ ഇപ്പോൾ വിശദമായിട്ട് അങ്ങനെ ഞാൻ അതിലേക്കാണ് വരുന്നത്. അതായത് നമ്മൾ ഈ ഞാൻ കത്ത് കൊടുത്തു. വീണ്ടും ഈ വർഷത്തേക്കുള്ള ഇതിലും കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല എന്ന് പറഞ്ഞ് വീണ്ടും ഞാൻ ഇപ്പോഴത്തെ ഞങ്ങളുടെ ബഹുമാനപ്പെട്ട സെക്രട്ടറിക്ക് ഞാൻ കത്ത് കൊടുത്തു. ജഹാംഗീർ സാറിന് കത്ത് കൊടുത്തപ്പോഴത്തേക്കും സാർ ഇമ്മീഡിയറ്റ് ആയിട്ട് അതിനൊരു ആക്ഷൻ എടുക്കണം എന്നുള്ളൊക്കെ രീതിയിൽ സാർ മീറ്റിംഗ് വിളിക്കും കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ മീറ്റിങ്ങിലൊന്നും എന്നെ പിന്നീട് താഴേക്ക് നിർദ്ദേശം കൊടുത്തതായിരിക്കും. ആ മീറ്റിങ്ങിലൊന്നും ഞാൻ ഉൾപ്പെട്ടിട്ടില്ല. അത്രയും കാര്യങ്ങൾ എനിക്കറിയാം. അതുകൂടാതെ ഞങ്ങൾ ആ സൈഡിലേക്ക് നഴ്സറി ഒന്ന് മാറ്റിയിട്ട്, അതായത് നഴ്സറി സ്കൂൾ എന്ന് പറഞ്ഞാൽ തനിയെ നിൽക്കേണ്ട സ്ഥാപനമാണ്. അത് പ്രീ പ്രൈമറി സ്കൂളാണ്, അംഗൻവാടിയും അല്ല. അപ്പോൾ ഞങ്ങൾക്ക് പ്രത്യേകമായിട്ട് സൗകര്യവും ബോർഡും കാര്യങ്ങളും, കുട്ടികളൊരു വളരെ സൗഹാർദ്ദപരമായിട്ടുള്ളൊരു അന്തരീക്ഷത്തിലാണ് കുട്ടികൾ നിൽക്കേണ്ടത്. അല്ലാതെ വേറെ ആളുകളുടെ, ഇപ്പോൾ ഞങ്ങൾ ജനക്കൂട്ടത്തിൻ്റെ ഇടയിലാണ് ഞങ്ങൾ പ്രവർത്തിച്ചു പോകുന്നത്. 2 സൈഡിലും 2 ഓഫീസുകളാണ്. വെള്ളിയാഴ്ചകളിലൊക്കെയാണ് ഇവിടെ വളരെയധികം ആളുകളുണ്ടാവും. ഞാനെൻ്റെ വീഡിയോ വരെ എടുത്ത് ഞാൻ ഓഫീസിൽ കാണിച്ചിട്ടുണ്ട്. അപ്പം വീണ്ടും ഞാൻ പറഞ്ഞ പോലെ സാറിന് ഈ കത്ത് കൊടുത്ത സമയത്ത് അതിൻ്റെ ആക്ഷൻ പോകുന്നു എന്ന് പറയുന്നു. പക്ഷേ 1 മാസമായിട്ടും ജൂലൈ 11 അതിൻ്റെ ഒരു റിപ്ലൈയോ കാര്യങ്ങളോ ഇല്ലാതിരുന്നപ്പോഴത്തേക്കും ഞാൻ വീണ്ടും 48 മണിക്കൂറിന് ലൈഫ് ആൻഡ് ലിബർട്ടി 7 മന്ത് ക്ലോസ് ഇട്ടിട്ട് എനിക്ക് RTI കൊടുക്കേണ്ടി വന്നു. ഞാൻ RTI കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ അങ്ങനെ ഒരു സാഹചര്യമേ ഇല്ല എന്നും ടീച്ചർ കള്ളം പറയുകയാണെന്നുള്ള രീതിയിലാണ്. അതായത് കുട്ടികളുടെ ജീവനെ ഒന്നും ബാധിക്കുന്ന യാതൊരു രീതിയിലും കുട്ടികൾക്ക് ഒരു അപകടം വരുന്ന കാര്യവും ഇവിടെ ഇല്ല. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചു ടീച്ചർ, ഈ വേസ്റ്റ് അതിനപ്പുറത്ത് ഈ റോഡ് സംവിധാനം ഇതെല്ലാം കുട്ടികൾക്ക് അപകടം ഉണ്ടാകുന്ന സാഹചര്യം. ഇത്തരം അപകടം ഇല്ലെന്നാണോ പറയുന്നത്? സർക്കാർ അങ്ങനെയാണോ പറയുന്നത് നമ്മളോട്? അത് ഇപ്പോൾ ഞാൻ ഒരു സർക്കാർ ഉദ്യോഗസ്ഥയാണല്ലോ. അല്ല ടീച്ചർ, നമ്മൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് ഇവിടെ അതോറിറ്റി എന്ന് പറയുന്നത് ടീച്ചറാണ്. ഞങ്ങൾ ചോദിക്കേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ മറ്റുദ്യോഗസ്ഥരെടുത്ത് ചോദിക്കേണ്ട ഞങ്ങളുടെ ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റോളാം. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ടീച്ചർ ഇവിടെ ഉള്ള ആളാണ്. ഇവിടെ വേസ്റ്റ് ഉണ്ടാകുന്ന സാഹചര്യം അതിനകത്ത് കയറി നിൽക്കാൻ പോലും പറ്റുന്നില്ല. ഇങ്ങനെ ഒരു പരാതി കൊടുത്തിട്ട് അവിടെ നിന്ന് ഹെഡ് ഓഫീസ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് യാതൊരു പ്രശ്നമില്ലെന്നാണ് അവർ പറയുന്നത്. ചെക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ വേറെ ഉദ്യോഗസ്ഥന്മാരൊന്നും ഇവിടെ വന്നിട്ടില്ല. പരിസരത്തുള്ള നമ്മുടെ ഹെൽത്ത് ഇൻസ്പെക്ടർ വന്നിട്ട് അദ്ദേഹം, അതായത് ഇവിടെ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ഉണ്ടാവുമല്ലോ, വിനോദ് ഭാസ്കർ സാറുണ്ട്, പുള്ളി വന്നിട്ട് ഇവിടെ നോക്കി പോയിട്ടുണ്ടായിരുന്നു. ആക്ച്വലി പുള്ളിയല്ല അന്വേഷിക്കേണ്ടത്, ഞങ്ങൾ മേലുദ്യോഗസ്ഥന്മാരാണ് അന്വേഷിക്കേണ്ടത്. പുള്ളി എൻ്റെ മേലുദ്യോഗസ്ഥനും അല്ല. പുള്ളി പലതവണ ഈ സ്കൂൾ അടയ്ക്കാൻ വേണ്ടിയിട്ടും ആ ഹെൽത്ത് ഇൻസ്പെക്ടർ ഓഫീസിൽ നിന്നുള്ള ഞങ്ങൾക്കെതിരായിട്ട് റിപ്പോർട്ട് കൊടുത്തിട്ട് അടയ്ക്കേണ്ടി വന്നതിന് ഇതിന് അത്രയ്ക്കും വീണ്ടും കത്ത് കൊടുത്ത് അങ്ങനെ ഞങ്ങൾ അടച്ചു പോകേണ്ടതിനെ പിടിച്ചു നിൽക്കുകയാണ് ഇപ്പോഴും ഞാൻ. പക്ഷേ എനിക്കിപ്പോൾ ട്രാൻസ്ഫർ ആയിരിക്കുകയാണ്. അതായത് ഞാനിങ്ങനെ കത്ത് കൊടുക്കുന്നതൊരു കംപ്ലൈൻ്റായി മാറിയിട്ടില്ല, എനിക്ക് ട്രാൻസ്ഫറാണ്. അപ്പോൾ ട്രാൻസ്ഫറിന് പോലും എന്നെ കുറച്ച് നാളത്തേക്ക് മാറ്റരുത്, കാരണം അല്ല എനിക്ക് സമയം തരണം, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്തു വെച്ച കാര്യങ്ങൾ ചെയ്തോട്ടെ എന്ന് പറഞ്ഞിട്ട് റിക്വസ്റ്റ് ഇട്ടിരിക്കുകയാണ്. എൻ്റെ മറുപടി ഒന്നും വന്നിട്ടില്ല. അപ്പം ഹെൽത്ത് ഇൻസ്പെക്ടർ വന്നിട്ട് പുള്ളി നോക്കി കൊടുത്തിരിക്കുന്നത് കുട്ടികളെ ജീവനെയും സ്വത്തിനൊന്നും, ജീവനെയും ഇപ്പം അങ്ങനെയാണ് തന്നിരിക്കുന്നത്, ജീവനെയും സ്വത്തിനെയും ഒന്നിനെയും ബാധിക്കുന്ന വിഷയങ്ങളൊന്നും ഇവിടെ ഇല്ല. ടീച്ചർ പറഞ്ഞത്, അതായത് ഇപ്പം നിങ്ങൾ എന്നെ ചോദ്യം ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ എന്നോട് ചോദിക്കുന്നില്ലേ ഞാനിവിടെ അതായത് എൻ്റെ ഇൻറ്റഗ്രിറ്റി നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. അതായത് ഞാനൊരു കള്ളിയായി, ഇത്രയും കാര്യങ്ങൾ ചോദിച്ച ഞാനൊരു കള്ളിയായി നിൽക്കുന്നു. ആ രീതിയിലാണ് ഇപ്പം വരുന്നത്. പിന്നെ ഞാൻ ആരോട് എന്താണ് പറയേണ്ടത്? ജീവന സ്വത്തിന് ഭീഷണി ഇല്ലെന്നാണോ പറഞ്ഞത്? ഹെൽത്ത് ഇൻസ്പെക്ടർ ഇവിടെ അങ്ങനെ യാതൊരു സാഹചര്യവും ഇല്ല എന്ന് പറയുമ്പോൾ ഞാൻ ആരായി? എനിക്ക് എങ്ങനെയാണ് മറുപടി തന്നിരിക്കുന്നത്? എന്നോട് നിങ്ങൾ ചോദ്യം ചെയ്യുമ്പോൾ ഞാൻ എന്താ പറയാ? ഇവിടെ ഒരു ബോർഡ് സംവിധാനം പോലും എന്താണ് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. ഞാൻ ഈ സമീപ പ്രദേശത്ത് താമസിക്കുന്ന ആളാണ്. എൻ്റെ കുട്ടി ഇവിടെ കൊണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ വന്നതാണ്. സ്വാഭാവികമായിട്ട് അതാണ് വിഷയം. ഇവിടെ ഒരു ബോർഡില്ല. ഇവിടെ ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് ഇവിടെ കുട്ടിയെ കൊണ്ടുവരാൻ പറ്റാത്തൊരു പ്രധാന കാരണം റണ്ണിങ് വാട്ടറില്ല ബാത്റൂമിൽ എന്നാണ് ഞാൻ അറിഞ്ഞത്. പൊതുവെ ഇവിടെ അറിഞ്ഞ കാര്യമാണ്. സത്യം അല്ല, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ വരുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ കുറേ ആളുകൾ ഇങ്ങനെ നിന്ന് വർത്താനം ഇങ്ങനെ പറയുന്നത് തോന്നിയപ്പോഴത്തേക്കും ഞാൻ ഓടിപ്പോയി. കാരണം ഞങ്ങൾ വെളിയിൽ പോയി വെള്ളം പിടിച്ചാലേ ഞങ്ങൾക്ക് ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞങ്ങൾ റണ്ണിങ് വാട്ടർ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മഗ്ഗിൽ വെള്ളം എടുത്തുകൊണ്ട് വരുന്ന ഒരവസ്ഥയുണ്ട്. എന്ന് വെച്ചാൽ വെള്ളം പിടിച്ചു വെച്ച വെള്ളം നമുക്ക് എല്ലാ കാര്യത്തിനും എന്ന് ഞാൻ ഇത്രയും വിശദീകരിച്ച് പറയുന്നത്, ഞങ്ങൾ സ്ത്രീകളാണ്, ഞങ്ങൾക്ക് ഞങ്ങളേതായ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ഞങ്ങൾ 3 സ്ത്രീകൾ ഇതിനകത്തുണ്ട്. ശ്രീസ് ഓഫീസിലും ജോലി ചെയ്യുന്നുണ്ട്, അവർക്കും ഇല്ല ടോയ്ലറ്റ്. ഈ കോർപ്പറേഷൻ നടത്തുന്നത് ഇവിടുത്തെ കൗൺസിൽ ഈ വിഷയം കൗൺസിലൊന്നും അറിയില്ലേ? അതായത് ഏറ്റവും യൂറിൻ പാസ് ചെയ്യാതെ ഒരു മനുഷ്യന് വൈകുന്നേരം വരെ നിൽക്കാൻ പറ്റും. ഇവിടുത്തെ കൗൺസിൽ ഉണ്ടല്ലോ, അപ്പോൾ ഈ കൗൺസിൽ ഇതൊന്നും അറിയിച്ചിട്ടില്ല. കത്ത് കൊടുത്തിട്ടുണ്ട്.
ഞാൻ അപ്പോൾ എന്താണ് കൗൺസിൽ എന്താ പറയുന്നത്? വിദ്യാഭ്യാസ കമ്മിറ്റിയിൽ കൊടുത്തിട്ടുണ്ട്. മാഡത്തിന് ഇവിടെ കത്തിക്കുന്ന വിഷയങ്ങളും തുടരണ്ടാന്നോ എന്താണ് അതൊക്കെ വലിയ വലിയ ആളുകളാണ് തീരുമാനിക്കുന്നത്. ഞാൻ ഒരു നഴ്സറി ടീച്ചർ മാത്രമല്ലേ. അത് നിങ്ങൾ തെരഞ്ഞെടുക്കുന്ന പറ്റുമെങ്കിൽ ഈ വിഷയങ്ങൾ ഇതിനൊരു പരിഹാരം കാണുന്നവർ നഴ്സറി തൽക്കാലത്തെങ്കിലും നഴ്സറിലെ പ്രീ പ്രൈമറി സ്കൂൾ തൽക്കാലം മാറ്റരുത്. ഞങ്ങളുടെ കുട്ടികളുടെ ആരോഗ്യം ഞങ്ങളുടെ പ്രധാന വിഷയമാണ്. ഞങ്ങളത് എന്തായാലും ഇടപെടും. ഇവിടെ സമരം ചെയ്യണമെങ്കിൽ സമരം ചെയ്യാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല വിഷയം. കാര്യം വെച്ചാൽ ഇതെന്തായാലും ഈ ചവറോട് നിന്ന് മാറ്റുക, അതുപോലെ അടിസ്ഥാന സൗകര്യം ഉണ്ടാക്കുക ഞങ്ങളുടെ കുട്ടികളുടെ കൂടെ ആവശ്യമാണ്. ടീച്ചറിന്റെ ആവശ്യത്തിനപ്പുറത്ത് ഈ കൊച്ചുകുട്ടി അവർക്കിത് പറയാൻ പോലും അറിയില്ല. അവരെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്ത് കാര്യങ്ങൾക്കും വേണ്ടി നിൽക്കാനോ അതിനെ ചെയ്യാനോ ഞാനും തയ്യാറാണ്. പക്ഷേ എന്റെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഇപ്പോൾ ട്രാൻസ്ഫർ ചെയ്ത് തന്നെ ഇത്തരം കാര്യങ്ങൾ ചോദിക്കുന്നു. ടീച്ചർ ഒരു ശല്യമായി മാറുന്നു. ഇവിടെ എല്ലാ സ്കൂളിലും ഭക്ഷണമുണ്ട്. ഇവിടെ മാത്രം ഞാൻ എൻ്റെ മക്കളെ ഇവിടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഭക്ഷണം ഞാനാണ് കൊടുത്തു വിടുന്നത്. എല്ലാ സ്ഥലത്തും മുട്ടയും പാല് എല്ലാ സ്കൂളിലും കൊടുത്തു. കോർപ്പറേഷൻ സ്കൂളാണല്ലോ. എന്നിട്ട് എല്ലാ സ്കൂളിലും എല്ലാ വള്ളക്കടവായിട്ട് ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും പാലും മുട്ടയും എല്ലാം കൊടുക്കുന്നു. ഇവിടെ മാത്രം ഒന്നുമില്ല. ഭക്ഷണം ഞങ്ങളാണ് കൊടുക്കുന്നത്. നഗരസഭയുടെ സ്കൂളുകളിൽ ഞങ്ങൾക്ക് ഇവിടെയും ഇല്ല. ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഞങ്ങളത് പ്രതിഷേധിച്ച് മുമ്പോട്ട് പോകാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞങ്ങളുടെ കുട്ടികൾക്ക് ഇതിപ്പം നിങ്ങളുടെ അവകാശമാണ്. എനിക്കൊന്നും പറയാൻ പറ്റില്ല. ഞാൻ കുട്ടികളുടെ അവകാശം ചോദിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എനിക്ക് അങ്ങനെ ചോദിക്കാൻ പാടില്ല എന്നുള്ള രീതിയിലാണ് എനിക്കിപ്പോൾ. അതായത് നിങ്ങൾ എന്നോട് ഇത്രയും പറയുന്നുണ്ട്, എന്നെ ഇത്രയും കുറ്റം പറയുന്നുണ്ട്. കുറ്റം പറയല്ല, എന്നോട് ചോദിക്കുകയാണ്. നിങ്ങളുടെ റൈറ്റ് നിങ്ങൾ ചോദിക്കുകയാണ്. ചോദിക്കുമ്പോഴത്തേക്കും ഇപ്പോൾ ഒരു RTI ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾ എൻ്റെ ഉത്തരവാദിത്വത്തിലാണ്. അപ്പോൾ അവരെ രക്ഷിക്കേണ്ടത് അവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ജീവനൊരാപത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ മറുപടി പറയണം. ഞാൻ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളാണ്. എനിക്കറിയാമത്. കാരണം കുട്ടിക്ക് ചാർജ് എനിക്കാണ് ഈ സ്കൂളിൻ്റെ. ഇവിടുത്തെ ഒരു കുട്ടിക്ക് എന്ത് സംഭവിച്ചാലും ഒരു തൊലി പോയാലും ഒരു തൊലി പോയി കഴിഞ്ഞാൽ പോലും ഞാൻ മറുപടി പറയണം. ആ മറുപടി പറയാൻ ബാധ്യസ്ഥയാണ് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ നഗരസഭയിൽ 48 മണിക്കൂറിൽ അകത്ത് എനിക്ക് എന്ത് നടപടിയാണ് നിങ്ങൾ എടുത്തിരിക്കുന്നത്, ഇല്ലെങ്കിൽ മുന്നോട്ട് എനിക്ക് ഒരു ഇഞ്ച് നീങ്ങാൻ കഴിയില്ല, സ്കൂൾ പ്രവർത്തിച്ച് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അവസാനം ഒരു ഉദ്യോഗസ്ഥയ്ക്ക് RTI കൊടുക്കേണ്ട കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. 48 മണിക്കൂറിനകത്ത് ലൈഫ് ആൻഡ് ലിബർട്ടി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അവിടെ ലൈഫിനും ലിബർട്ടിക്കും ഒന്നും യാതൊരു പ്രശ്നവും അവിടെ ഇല്ല എന്നുള്ള മറുപടിയാണ് ഞാൻ അതിന്റെ കോപ്പി തരാം. വിനോദ് എന്നാണ് പേര്. കാരണം അവർ തന്നെയാണ് മുമ്പ് ഞങ്ങൾക്ക്, അതായത് 2022 മുതൽ അവരാണ് ഇവിടെ സൗകര്യങ്ങൾ ഇല്ലാത്തത് ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടെല്ലാം തന്നെ സൗകര്യങ്ങളുണ്ടെന്ന് പറഞ്ഞത് ഇവിടേക്കുള്ള ആയമാരെ വിട്ടുതരാതിരിക്കുകയും എൻ്റെ സ്കൂൾ അടപ്പിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും മുൻകൈ എടുത്ത് നിൽക്കുന്നവരാണ് അവർ. അത് എന്തുകൊണ്ടാണെന്നൊന്നും എനിക്കറിയില്ല. കാരണം ഞാൻ മാലിന്യ വിഷയത്തിനെ കുറിച്ച് ഞങ്ങളെ സ്കൂളിൻ്റെ ബാക്കിൽ ഇവിടെ തീയിടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം എൻ്റെ മക്കൾക്കെല്ലാം ഇവിടെ കുട്ടികൾക്ക് ചുമയൊക്കെ വന്നു, ശ്വാസം മുട്ടലൊക്കെ വന്ന സമയത്ത് പകല് അവർക്ക് വല്ലാത്ത വിഷയങ്ങളായി. ആ സമയത്ത് ഞങ്ങളിത് തെരഞ്ഞു പോയി എന്താ സംഭവം. അപ്പോൾ ഇവിടെ ഈ പുറകിൽ അത്രയും ഈ 10 ഏക്കറിൽ നിറയെ തീയിട്ടിരിക്കുകയായിരുന്നു. ഫയർഫോഴ്സ് ഒക്കെ വരേണ്ട രീതിയിൽ തീയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് അന്ന് തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഓഫീസിൽ. ഇങ്ങനെ അപ്പം സ്കൂളിൻ്റെ ചുറ്റുപാടിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഞാൻ റിപ്പോർട്ട് ചെയ്യും അപ്പം തന്നെ. അപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആ റിപ്പോർട്ട് കൊടുത്ത സമയത്ത് മറുപടി ആയിട്ടൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു. ഈ പുക അൾട്ടിമേറ്റ്ലി എനിക്കൊന്നും ഇവിടെ ഒരു കാര്യങ്ങൾ നടക്കാത്തത് കൊണ്ടാണ് പിന്നീട് ലാസ്റ്റ് ഞാൻ സാറിന് കൊടുത്ത ലെറ്റർ, അതായത് ഗവൺമെന്റ് സെക്രട്ടറിക്ക് കൊടുത്ത ലെറ്ററിന് പോലും ഒരു മറുപടി വരാതിരുന്ന സമയത്തും ആക്ഷൻ ഒന്നും നടക്കുന്നില്ല. ഞങ്ങൾക്ക് സ്കൂൾ മുന്നോട്ട് കൊണ്ടുപോകണ്ടേ? ഇത് എങ്ങനെ പ്രവർത്തിപ്പിക്കും? ഒരു എക്യുപ്മെന്റ്സ് ഒരു സംഭവം ഇതിനകത്തില്ല, ഒന്നുമില്ല. കുഞ്ഞുങ്ങൾ വരുന്നു, ഇതിനകത്തിരിക്കുന്നു, തിരിച്ചു പോകുന്നു. ഉപ്പമാരാണ് അകത്തിരിക്കുന്നത് കുട്ടികളുടെ. ഞങ്ങൾ മീറ്റിംഗ് വെക്കും, ഞങ്ങൾ പറയുന്നു, ഞങ്ങൾക്കൊന്നും വരുന്നില്ല. ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷത്തെ കുട്ടികൾക്കുള്ള യൂണിഫോം ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് എല്ലാ കാര്യങ്ങളും എഴുതി കൊടുക്കുന്നുണ്ട്. അത് ഞങ്ങൾക്ക് വന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ലാസ്റ്റ് ആയപ്പോൾ തന്നിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ കുട്ടികൾക്കുള്ള യൂണിഫോം ഞങ്ങൾ ഈ വർഷത്തെ കുട്ടികൾക്കായിട്ടാണ് ഇപ്പോൾ കൊടുക്കുന്നത്. ഓക്കെ, യൂണിഫോമിൻ്റെ പ്രശ്നം അത് ഉണ്ട്. പിന്നെ ലാസ്റ്റ് ഞങ്ങൾക്ക് പാലൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അത് ഫെബ്രുവരി മാർച്ച് ആയിരുന്ന സമയത്ത്. ഈ വർഷത്തിൽ അത് ആ ഒരു 1.5 മാസമായിരുന്നു. ഈ വർഷത്തിൽ ഞങ്ങൾക്കിപ്പോൾ ഒന്നുമില്ല. ഉള്ള കാര്യമല്ലേ എനിക്കുണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. ഞങ്ങൾക്ക് ആകെ ഉള്ളത് കുറേ ചുറ്റിലും ചീഞ്ഞഴുകി കിടക്കുന്ന കുറേ ചവറുകളും ഞങ്ങളൊരു റൂമും, ഒന്ന് ബോർഡ് പോലില്ല. നിങ്ങളെല്ലാവരും ഇവിടെ നിൽക്കുമ്പോൾ ഇപ്പോൾ പോസ്റ്റിൽ നിന്ന് ഒരാൾ വന്നിട്ട് പോയത് കണ്ടില്ലേ? പോസ്റ്റിൽ നിന്ന് ഞങ്ങൾക്ക് ഓഫീസിൽ നിന്ന് എനിക്ക് അയച്ച വിവരാവകാശ അപേക്ഷയ്ക്ക് ആളില്ലെന്നും ടീച്ചർ ഇല്ലെന്നും പറഞ്ഞ് തിരിച്ചു പോയി എന്ന് പറഞ്ഞതിന് ഞാൻ അവിടെ ഇത് കൊടുത്തു. കാരണം എൻ്റെ RTI ആണ്, അതൊരു ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻ്റ് ആണ്. RTI ജീവനും സ്വത്തിനും അല്ലെങ്കിൽ ജീവനും ഇതിനും സ്വാതന്ത്ര്യത്തിനും ഭീഷണി ഉണ്ടെന്ന് പറഞ്ഞ ഒരാൾ കൊടുക്കുന്ന RTI ഒരു വലിയ രേഖയാണ്. അത് എനിക്കിവിടെ തരാതെ തിരിച്ചു പോവുകയാണ്. എനിക്ക് സർവീസിൽ തന്നെ ഭീഷണി ഉണ്ടാകുന്ന കാര്യമാണത്. ആളില്ലാന്ന് പറഞ്ഞാൽ അന്വേഷിക്കാൻ വേണ്ടിയാണ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇപ്പോൾ ആ സാർ ഇവിടെ വന്ന് അവിടുന്ന് വന്നതിലാണ് കണ്ടത്. ഇപ്പോൾ അങ്ങനെ ഞങ്ങൾക്കൊന്നുമില്ല, ഞങ്ങൾക്ക് ബോർഡില്ല, കാര്യങ്ങളില്ല. ഞങ്ങൾ പ്രവർത്തിക്കുന്നത് ഞങ്ങൾക്ക് ഇതിനകത്തുനിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങളങ്ങനെ കണ്ണ് ഒരു ഇമ വെട്ടിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ കുഞ്ഞ് റോഡിൽ പോകും. അതാണ് ഇതിൽ ഏറ്റവും വലിയ കാര്യം.
ഞങ്ങൾ ഈ ഗേറ്റ് കംപ്ലീറ്റ്ലി തുറന്നിടും. കാരണം അവിടേക്ക് പോകുന്നവരുണ്ട്, ഇവിടേക്ക് പോകുന്നുണ്ട്. ഇവിടെ ജീവിക്കണമെന്ന് വെച്ചാൽ ഞങ്ങൾ ജീവൻ പണയം വെച്ചിട്ട് വേണം ഈ സ്കൂളിൽ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട്. വേറൊരു ഗേറ്റ് എനിക്ക് ഇപ്പോൾ തരാൻ ഞാൻ പറഞ്ഞു, ഞങ്ങൾ എങ്ങോട്ട് ആ സൈഡിലേക്ക് മാറ്റി തരുമോ, എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അത് നടക്കാതിരിക്കുന്നതുകൊണ്ട് ഞങ്ങളിപ്പോൾ എല്ലാവരും കൂടി ഇനി എന്താ ചെയ്യുക, സ്കൂൾ അടച്ചിടേണ്ടി വരുമോ എന്നുള്ളൊരു ക്രൈസിസിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പോഴാണ് നിങ്ങൾ എന്നോട് ഇത്രയും ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ചോദ്യങ്ങൾ ചോദിച്ചതിനൊക്കെ വളരെ ഏറ്റവും ആക്സസ് ഈ ടീച്ചറാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ടീച്ചർ രേഖാമൂലം കത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇവരെല്ലാവരും ഞങ്ങൾ ചെന്ന് കാണാം. ഞങ്ങളെല്ലാം രേഖാമൂലം ടീച്ചറിനെ ഞങ്ങൾ മേടിച്ചോ. 2022 മുതൽ ഞാനൊരു 30-ലേറെ കത്ത് കൊടുത്തു എല്ലാമായിട്ട്. അത് നടപടി ഇല്ലാത്തത് കൊണ്ടാണ് വീണ്ടും RTI, അതായത് 7-1 RTI കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈഫ് ലൈൻ ലിബർട്ടി ബാധിക്കും. ഞങ്ങൾ എല്ലാവരും സമാധാനം പറയണേ, എനിക്കും ശ്വാസം മുട്ടൽ വരുന്ന ഇങ്ങനെ അവസ്ഥയായിട്ടാണ് അത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല എന്നാണ് എനിക്ക് മറുപടി തന്നിരിക്കുന്നത്. അവിടെയാണ് ഇപ്പോഴത്തെ ലാസ്റ്റ് എത്തി നിൽക്കുന്നത്. തുടരുന്ന പോലെ തന്നെ പറ്റുമെങ്കിൽ തുടരാൻ ശ്രമിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് തൽക്കാലമെങ്കിൽ ലീവ് കൊടുക്കുക. ഞങ്ങൾ എന്തായാലും സമരവും ഇറങ്ങുകയാണ്. ഞങ്ങളുടെ കുട്ടികളുടെ ആവശ്യം കൂടെയാണ് ഇത് വിഷയം. ഞങ്ങൾ എന്തായാലും ഈ പറയുന്ന HI JHI ഞങ്ങൾ പോയി കാണുന്നുണ്ട്, കൗൺസിലിനെ കാണുന്നുണ്ട്, ഇവിടുത്തെ സാമൂഹ്യ പ്രവർത്തകരെ ഞങ്ങൾ കാണുന്നുണ്ട്. ഞങ്ങൾ എന്തായാലും ഈ വിഷയമായിട്ട് ടീച്ചർ ട്രാൻസ്ഫർ വിഷയം അതെ അതെ പ്രത്യേകിച്ച് ഞങ്ങളുടെ ടീച്ചറെ 20,000 രൂപയ്ക്ക് മേലാണ് പ്രീ പ്രൈമറി സ്കൂളുകളിൽ ചിലവാക്കേണ്ട ഒരു വർഷം മാതാപിതാക്കൾ ചിലവാക്കേണ്ട ഒരു തുക. അതിനെയൊക്കെ കവച്ചു വെച്ചുകൊണ്ട് സർക്കാർ ഒരു സംവിധാനം തരുമ്പോൾ അത് മാക്സിമം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ട്. ഞങ്ങൾ മാതാപിതാക്കളാണ്, ഞങ്ങൾക്ക് ആ സാഹചര്യം ഉണ്ടാക്കി തരേണ്ട ഉത്തരവാദിത്തം ഇവിടെയുള്ള പ്രതിനിധികൾക്കുണ്ട്, അല്ലെങ്കിൽ ഇവിടെ ടീച്ചേഴ്സിനുണ്ട്. അത് ചോദിക്കേണ്ട ഉത്തരവാദിത്തം ഞങ്ങൾക്ക്. ഞങ്ങൾക്ക് ഏറ്റവും ആക്സസ് ആയതുകൊണ്ടാണ് ടീച്ചറിന് ഇങ്ങനെ ഒരു സാഹചര്യം ഇവിടെ ചോദിക്കുന്നത്. ടീച്ചർ കൃത്യമായി രേഖാമൂലം കത്ത് കൊടുത്തിട്ടുണ്ട്. ആ രേഖാമൂലം കൊടുത്ത കത്തുകൾ ഞങ്ങൾക്ക് തന്നേ പറ്റും. ഞങ്ങളുടെ അവകാശമാണ്. അതിനപ്പുറത്ത് ഇത്തരം ആളുകളോട് ഞങ്ങൾ ചോദിക്കാനുള്ള ഉത്തരവാദിത്തം ഞങ്ങൾ കൃത്യമായി ചോദിക്കും. വേറെ വിഷയം വെച്ചാൽ ഞങ്ങൾക്കൊരു പേടിയുണ്ട് ഇതിനകത്ത്. ഇവിടെ വലിയതുറ പ്രീ പ്രൈമറി സ്കൂളുണ്ട്, പൂന്തുറ പ്രീ പ്രൈമറി സ്കൂൾ. ഇത് രണ്ടും അടച്ച അവസ്ഥയിലാണ്. തീരദേശത്തുള്ള ആളുകൾ പെടുന്നൊരു സാഹചര്യമുണ്ട്. കാരണം വെച്ചാൽ വലിയൊരു ഭീമമായ തുക അവർ തൊട്ടടുത്തുള്ള പ്രൈവറ്റ് സ്കൂളുകളിൽ കൊടുക്കുന്ന ഒരു വിഷയമുണ്ട്. ഞങ്ങൾക്ക് ആ പൈസ ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത്, ഇപ്പോൾ ഒരു സമരമുഖ നിലയ്ക്കോ അല്ലെങ്കിൽ ഈ വിഷയങ്ങൾ മനസ്സിലാക്കുന്ന നിലയ്ക്കോ ഇവിടെ വന്നിട്ടുള്ളത്. ഉറപ്പായിട്ടും ഇത്തരം സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ചാലേ പോവുക. അതിന് ആരൊക്കെ തടസ്സം നിൽക്കുന്നു ആ തടസ്സങ്ങൾ മാറ്റിപ്പോകണം. അതെന്തെങ്കിലും ഉണ്ടെങ്കിൽ മാതാപിതാക്കൾ നിലയ്ക്ക് ഞങ്ങളെ അറിയിക്കണം. ഞങ്ങൾ ഇത്തരം ആളുകളോട് ചോദിക്കാനും സംസാരിക്കാനും ഞങ്ങൾ എന്തായാലും മുൻപന്തിയിൽ തന്നെ ഉണ്ടാവും. എന്തായാലും ഈ ഇങ്ങനെ തന്നെ തുടരാൻ പറ്റുമെങ്കിൽ മാക്സിമം തുടരുക, അല്ലെങ്കിൽ തൽക്കാലം ഇത് അടച്ചിടാൻ സംബന്ധിച്ച് ഞങ്ങൾ സമരമുഖത്ത് എന്തായാലും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടുണ്ടാവും. PSCയിൽ നിന്ന് വരുന്ന ടീച്ചേഴ്സാണ്, നമ്മൾ ഒരുപാട് സ്കൂളുകൾ ഉണ്ടായിരുന്നതുമാണ്. അപ്പോൾ അതിലൊരു സ്കൂളാണ്. ഇല്ല, ഇത് ആർക്കോ വേണ്ടിയൊക്കെ ചില പ്രൈവറ്റ് സ്ഥാപനത്തിന് വേണ്ടിയൊക്കെ ചിലരിങ്ങനെ ഇത് തടഞ്ഞു വെക്കുന്ന ഒരു തോന്നൽ ഞങ്ങൾക്കുണ്ട്. കാര്യം ഞങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പഠനം നടത്തിയിട്ട് പറയാം. ഞങ്ങൾ ശ്രീവരാജ് പോയിരുന്നു, നല്ല ഫെസിലിറ്റീസാണ്. അവിടെ കുട്ടികൾക്കുള്ള ടോയ്സ് ഉൾപ്പെടെ എല്ലാ സാധനങ്ങളുണ്ട്. വള്ളക്കട പോയി നല്ല സൗകര്യങ്ങളുണ്ട്. പിന്നെ അവർക്ക് വേണ്ട എല്ലാ ഐറ്റംസും അവിടെ ഉണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെ ഒന്നുമില്ല. ഇതിങ്ങനെ ബ്ലാങ്കായിട്ട് കിടക്കുവാണ്. ടീച്ചർ ഞങ്ങൾ എന്താണ് ഞങ്ങൾ നോക്കണം. താങ്ക് യു. സൗകര്യങ്ങളെന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് ഒരു നഴ്സറി സ്കൂളാകുമ്പോഴത്തേക്ക് അവിടെ വന്ന് കളിക്കാനായാലും ഒരു ഊഞ്ഞാലായാലും കളിപ്പാട്ടായാലും അങ്ങനെയുള്ള ഒരു സാധനങ്ങളും ഇവിടെ ഇല്ല. അപ്പോൾ കുട്ടികൾ ഞങ്ങളിവിടെ കൊണ്ട് ചേർത്തത് തന്നെ കുട്ടികളുടെ സന്തോഷത്തിനുണ്ട്. ഇവിടെ വീട്ടിൽ വരുമ്പോൾ കുട്ടികൾ പറയുന്നത് ഇവിടെ കളിക്കാനായിട്ടോ ഇല്ലെങ്കിൽ കുട്ടികൾക്ക് എൻജോയ്മെൻറ്റിനായിട്ടോ ഇവിടെ ഒരു സാധനവും ഇല്ലെന്നാണ് കുട്ടികൾ പറയുന്നത്. അപ്പോൾ ടീച്ചറിനോട് പറഞ്ഞപ്പോൾ ടീച്ചർ പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യാനാണ്, അവിടെ ഓരോ പരാതികൾ കൊടുത്തിട്ടുണ്ട്, അതിനുള്ള കാര്യങ്ങൾ വന്നിട്ടില്ല എന്നാണ് ടീച്ചർ പറയുന്നത്. ഒരു ബാത്റൂമിൽ വെള്ളം പോലും ഇല്ലെന്ന് പറയാണ് കുട്ടികൾ ടോയ്ലറ്റിൽ പോയി. അതുപോലെ തൊട്ടടുത്ത് മാലിന്യങ്ങളുണ്ട്. അതെ, ഈ മാലിന്യങ്ങൾ കാരണം എൻ്റെ മോനെ ഇടയ്ക്കിടയ്ക്ക് പനി വരാറുണ്ട്. ചുമ്മാ ഇരിക്കണായിരിക്കും, ചിലപ്പോൾ നഴ്സറി വന്നിട്ടായിരിക്കും വീട്ടിൽ വരുമ്പോഴത്തേക്ക് ചുമ്മാ ഇരിക്കണ പെട്ടെന്ന് പനി വരും. കാരണം എന്താ, ഈ മാലിന്യം, കൊതുക് എല്ലാം കാരണം തന്നെ ഈ പിള്ളേർ ഒട്ടുമിക്ക ഇൻഹേലർ എടുക്കുന്ന പിള്ളേർ വരെ ഇതിൻ്റെ അകത്തുണ്ട്. പല പ്രശ്നങ്ങളും പിള്ളേർക്കുണ്ട്. അത് ഈ ചവർ കാരണമൊക്കെ തന്നെ. നിങ്ങൾ അമ്മമാർ ഈ കൗൺസിലടുത്ത് സംസാരിച്ചു ഇതിനെ പറ്റി? ഇല്ല, ഞങ്ങൾ സംസാരിച്ചിട്ടില്ല. പക്ഷേ ടീച്ചർ കുറേ പരാതി എല്ലായിടത്തും കൊടുക്കും. ടീച്ചർ ഞങ്ങൾക്ക് പേപ്പർ വരെ കാണിച്ചു തന്നിട്ടുണ്ട്. എല്ലാവർക്കും പരാതി കൊടുക്കുന്നതിനെ കുറിച്ചൊക്കെ എല്ലാ കാര്യവും ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഉള്ള ഫുഡിന് ഗവൺമെൻറ് നഴ്സറിയാണ്. അപ്പോൾ ഇത് പിള്ളേർക്കുള്ള ഫുഡ്, പാല് അതൊന്നും പിള്ളേർക്കായിട്ടൊന്നും കിട്ടുന്നില്ല. ഈ ടോയ്സ് ഒന്നും പിള്ളേർക്ക് കിട്ടുന്നില്ല. ഇവർക്ക് കിട്ടാനുള്ള അവകാശം ഇവർക്ക് തന്നെ കിട്ടാൻ പാടുള്ളൂ. ഇവർക്കായിട്ടുള്ള ഫണ്ടുകളും ഇതൊക്കെ ഉണ്ട്. പക്ഷേ പിള്ളേർക്കുള്ള ഒരു ആനുകൂല്യം ഇവിടെ നിന്ന് കിട്ടുന്നില്ല. കൂടാഞ്ഞിട്ട് മുകളിൽ അവിടെ സീലിംഗ് മാത്രം ചെയ്തിട്ടുണ്ട്, ബാക്കി ഒന്നും പിള്ളേർക്കായിട്ടുള്ള ഒന്നുമില്ല. ഇത്രയും പ്രശ്നമുണ്ട്, നിങ്ങൾക്കറിയാമല്ലോ, ഈ റോഡ് ഇതൊക്കെ ഉണ്ട്. ഈ മുകളിൽ പിള്ളേർക്ക് പോയാൽ അവർക്ക് കുഴപ്പമില്ല. പക്ഷേ അവിടെ ഒന്നുമേ സെറ്റാവാത്തത് കൊണ്ടാണ് പിള്ളേർ താഴെ തന്നെ ഇരിക്കുന്നത്. എല്ലാം പൊളിഞ്ഞടക്കുന്നുണ്ട് അവിടെ, നിങ്ങൾക്ക് കയറിയാൽ അറിയാം. പിന്നെ ഞങ്ങളുടെ കുട്ടികൾ മനുഷ്യ കുട്ടികളാണെന്ന് ഇപ്പോൾ കോർപ്പറേഷനായാലും
കൗൺസിലറിനായാലും അത് മനസ്സിലാക്കേണ്ട വളരെയധികം അത്യാവശ്യമുള്ള കാര്യമാണ്. ഞങ്ങളുടെ കുട്ടികൾക്ക് കിട്ടേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ കിട്ടണം. അത് കൗൺസിലറായാലും കോർപ്പറേഷനായാലും വളരെയധികം പെട്ടെന്ന് ചെയ്ത് തീർത്താൽ ഈ സ്കൂള് വളരെയധികം മുന്നോട്ട് പോകേണ്ട ഒരു സ്കൂളാണ്. എൻ്റെ മകൻ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ വർഷം ഇതേ അവസ്ഥ തന്നെ. ഏറ്റവും അവസാനം 2.5 മാസം പാലും മുട്ടയും കിട്ടി. അപ്പം ഈ വർഷം എന്താണ് പിള്ളേർക്ക് കിട്ടാത്ത കാര്യം? ഫുഡ് കിട്ടാത്ത കാര്യം എന്താണ്? അതൊക്കെ ഞങ്ങൾക്ക് ചോദിക്കണ്ടേ?